വയനാട് പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി ജെ.എസ്. സിദ്ധാർത്ഥന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷൻ അന്വേഷണ റിപ്പോർട്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് കൈമാറി. ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് എ. ഹരിപ്രസാദാണ് അന്വേഷണ റിപ്പോർട്ട് രാജ്ഭവനിലെത്തി കൈമാറിയത്. സിദ്ധാർത്ഥന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിച്ച CBI പ്രാഥമിക കുറ്റപത്രം ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഇതിനു പിന്നാലെയാണ് അന്വേഷണ കമ്മീഷൻ ഗവർണർക്ക് റിപ്പോർട്ട് നൽകിയത്. സിദ്ധാർത്ഥന്റെ മരണത്തിൽ VC-MR ശശീന്ദ്രനാഥിന് വീഴ്ച പറ്റിയെന്ന് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ കണ്ടെത്തലുണ്ടായെന്നാണ് സൂചന. VC സമയബന്ധിതമായി നടപടിയെടുത്തില്ലെന്നും കുറ്റപ്പെടുത്തലുകളുണ്ട്. സിദ്ധാർത്ഥന്റെ മരണത്തിനു പിന്നാലെ VCയെ ഗവർണർ പുറത്താക്കിയിരുന്നു. മാർച്ചിലാണ് ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് എ. ഹരിപ്രസാദിനെ അന്വേഷണ കമ്മീഷനായി ചാൻസലർ കൂടിയായ ഗവർണർ നിയമിച്ചത്. ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കാനായി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് ഗവർണർ കത്തയക്കുകയായിരുന്നു. ഇതേ തുടർന്ന് വിരമിച്ച ജഡ്ജിമാരുടെ പേരുകൾ കോടതി ഗവർണർക്കു കൈമാറി. ഇവരിൽ നിന്നാണ് ജസ്റ്റിസ് ഹരിപ്രസാദിനെ അന്വേഷണ കമ്മീഷനായി തിരഞ്ഞെടുത്തത്. വെറ്റിനറി സർവകലാശാല വൈസ് ചാൻസലർ, ഡീൻ, സിദ്ധാർത്ഥന്റെ രക്ഷിതാക്കൾ, സഹപാഠികൾ, അധ്യാപകർ, പ്രതിപട്ടികയിലുള്ള 2 വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ എന്നിവർ ഉൾപ്പെടെ 29 പേരിൽ നിന്നും കമ്മീഷൻ മൊഴിയെടുത്തിരുന്നു. സംഭവം തടയുന്നതിൽ വൈസ് ചാൻസലറുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയും ക്യാമ്പസിന്റെയും ഹോസ്റ്റലിന്റെയും പ്രവർത്തനത്തിൽ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകളെക്കുറിച്ചും കമ്മീഷൻ അന്വേഷിച്ചിരുന്നു. ഭാവിയിൽ ഇത്തരം സാഹചര്യം ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ കമ്മീഷൻ ശുപാർശ ചെയ്യും. സമ്മാന പെരുമഴ. സാമൂഹ്യ സേവന രംഗത്ത് നിലകൊള്ളുന്ന വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും VMTV ന്യൂസ് ചാനലും സംയുക്തമായി ചേർന്നുകൊണ്ട് നിർധനരായ രോഗികളെ സഹായിക്കുവാനും വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുവാനും നിർധന വിദ്യാർത്ഥികളുടെ പുനരധിവാസത്തിനുമായി ആശ്രയം സമ്മാന പെരുമഴ എന്ന പേരിൽ ഒരു ലക്കി ഡ്രോ ഒരുക്കുന്നു. ₹50 നൽകി നിങ്ങൾ ഒരു കൂപ്പൺ സ്വന്തമാക്കുന്നതിലൂടെ ഈ ഒരു സദുദ്യമത്തിൽ പങ്കാളികളാകാനും ഒപ്പം നിരവധി സമ്മാനങ്ങൾ സ്വന്തമാക്കാനും സാധിക്കുന്നു.